പരസ്യപ്രചാരണം സമാപിക്കുന്ന ദിവസവും വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുന്നണി ഭേദമില്ലാതെ വോട്ടഭ്യർത്ഥന. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളയമ്പലം സെന്റ് തെരേസസ് ഓഫ് ലിസ്ക്യൂസ് പള്ളിയിൽ നിന്ന് ആർ സിജിത്തിന്റെ റിപ്പോർട്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് ഇന്ന് സമാപിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ഇപ്പോഴും വോട്ട് പിടിക്കുന്നതിന് തിരക്കിലാണ്. ആരാധനാലയങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുള്ള വോട്ട് സമാഹരണമാണ് നടക്കുന്നത്. ഇപ്പോൾ കവടിയാർ വാർഡിൽ, അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പോരാട്ടം നടക്കുന്ന കവടിയാർ വാർഡിലെ സ്ഥാനാർത്ഥി ശബരിനാഥൻ നമ്മളോട് ചെയ്തത്. എങ്ങനെയുണ്ട്? അവസാന ദിവസമാണ് ഇന്ന്. നന്നായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ചേർച്ചിൽ ഒന്ന് കയറാൻ വേണ്ടി നേരത്തെ വന്നതാണ്. അപ്പോൾ ഇന്ന് സൺഡേ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ഈ വാർഡ് മാത്രമല്ല 3-4 വാർഡിലെ ആളുകൾ വരുന്ന ചേർച്ചാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ലാറ്റിൻ ചേർച്ച്, ബിഷപ്പ് ഹൗസ് അടക്കമുള്ള കവടിയാർ വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ചേർച്ചാണ്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ മൊത്തത്തിൽ UDFന്റെ തിരുവനന്തപുരത്തെ സ്ഥിതി നന്നായിട്ട് പോകുന്നുണ്ട്. ആൾ വരുന്നത് കണ്ടോട്ടെ. ഇത് ശബരിനാഥന്റെ എതിർ സ്ഥാനാർത്ഥി സുനിൽ ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഈ ചർച്ചിൽ തന്നെ ആളുകളെ, വോട്ടർമാരെ കാണാനായി വന്നിരിക്കുകയാണ്. കവടിയാർ വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം നേരത്തെ അവിടെ ജയിച്ച വാർഡാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. വോട്ടർമാരെയും അല്ലാതെ തന്നെ എല്ലാവരെയും നമുക്ക് നന്നായി പരിചയമുണ്ട്, നന്നായി അറിയാം. അങ്ങനെ ഒരു ബന്ധം നമ്മുടെ വാർഡിൽ എനിക്ക് നന്നായിട്ടുണ്ട്. വിജയപ്രതീക്ഷയുണ്ട്? ഉണ്ട്, ഉറപ്പായി. ഇതാണ് ഈ വെള്ളയമ്പലത്തെ ലാറ്റിൻ പള്ളിയാണ്. ഇവിടെ മറ്റു സ്ഥാനാർത്ഥികളും മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളുമുണ്ട്. ശാസ്താമംഗലത്ത് മറ്റൊരു പ്രസ്റ്റീജിയസ് പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് ശാസ്താമംഗലം. അവിടെ ശ്രീലേഖ IPS LDFിലെ അമൃതയും തമ്മിലാണ് പോരാട്ടം. അമൃതയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അമൃത, എങ്ങനെയുണ്ട്? നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു അവസാന ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് രാവിലെയും പള്ളിയിൽ കുറച്ച് വോട്ടർമാരെ കാണാനായിട്ട് എത്തിയതാണ്. ശബ്ദം ഒന്ന് പോയില്ലേ? ചെറുതായിട്ട് ഒരു അടപ്പ് ഉണ്ട്. എന്താ, ക്യാമ്പയിൻ്റെ ആണോ? അങ്ങനെയല്ല, മൊത്തത്തിലൊരു ഇതിന്റെ കൊണ്ട്. ഈ ശ്രീലേഖ IPSമായിട്ടുള്ള മത്സരം എങ്ങനെയുണ്ട് ഇതുവരെ? അങ്ങനെ ഒരാൾ മാത്രമേ, 2 പേരുണ്ട് എനിക്കെതിരായിട്ട്. അപ്പം നന്നായിട്ട് തന്നെയാണ്, നല്ല കോമ്പറ്റീഷനായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ പരസ്യപ്രചാരണം തീരുന്ന ദിവസവും നല്ല ആത്മവിശ്വാസത്തിലാണ്. വളരെ ശക്തമായ മത്സരം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ പ്രത്യേകത. BJPയും UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇവിടെ. കാര്യം, കോർപ്പറേഷന് ഭരണം പിടിക്കുക എന്നുള്ളതാണ് 3 മുന്നണികളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഊന്നിയുള്ള ശക്തമായ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വീറും വാശിയുള്ള തെരഞ്ഞെടുപ്പിനാണ് ഈ തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത്. വെള്ളയമ്പലത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം ആർ ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.